ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരിപ്പൂവിൽ വരാനിരിക്കുന്ന, അതായത് അടുത്ത് തന്നെ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ചെമ്പരിപ്പൂ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ്. അതായത് വീരാനിക്ക മുഖേന തന്നെ എല്ലാ സത്യങ്ങളും സച്ചി അറിയുമെന്നുള്ള ടെൻഷനിലാണ് നമ്മുടെ ശ്രുതി ഉള്ളത്. അങ്ങനെ നമ്മുടെ ശ്രുതി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളും പല കള്ളങ്ങളും പറഞ്ഞില്ല, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുറച്ച് കള്ളവും കൂടി പറഞ്ഞിട്ട് ബീരാനിക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ കേട്ടോ. ബീരാനിക്ക പോയി കഴിയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവുകയില്ല വീട്ടിൽ നിൽക്കാനായിട്ട്. ചന്ദ്ര അപ്പം തന്നെ പോകാമെന്ന് തയ്യാറെടുക്കുന്ന സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, 2 ദിവസം നിന്നിട്ട് പോകാമെന്നല്ലേ പറഞ്ഞത്, അപ്പം അത് കഴിഞ്ഞിട്ട് പോവാം, എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു മത്സരമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയാൻ. അങ്ങനെ മത്സരങ്ങളൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് മത്സരത്തിൻ്റെ ലീഡേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്ന നമ്മുടെ രവിയെയും ചന്ദ്രയുമാണ്. ചന്ദ്രയുടെ കീഴിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ സച്ചിയും ശ്രീകാന്തും ശ്രുതിയും, രവിയുടെ കീഴിൽ നിന്ന് മത്സരിക്കുന്നത് രേവതിയും ശ്രുതിയും വർഷയും കൂടിയിട്ടാണ്. അങ്ങനെ മത്സരത്തിൽ ഇഞ്ചോടിനെ പോരാട്ടം നടക്കുകയും ശത്രുതയും എല്ലാം മറന്നുകൊണ്ട് 3 മക്കളും ഒന്ന് ചേർന്ന് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും രവിക്കും അച്ചാമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ 4 ദിവസം നിന്നതിന് ശേഷം എല്ലാവരും പിരിയാൻ നിൽക്കുന്ന സമയത്ത് അച്ചാമ്മ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ പറയുകയാണ്, നമുക്ക് എന്തായാലും ഒരു ഗെയിം കളിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയണ, ഗെയിമോ ഈ രാത്രിക്കോ ഇവിടെ വെച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, അതിന് നമുക്ക് എങ്ങോട്ടും പോകണ്ട, ഇവിടെ വെച്ചിരുന്ന് തന്നെ കളിക്കാം. ഗെയിമിന്റെ പേരെന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ട്രൈ എന്നാണ്. അതായത് ഗെയിം എന്താണെന്ന് വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിന് സത്യസന്ധമായ രീതിയിൽ മറുപടി പറയണം. അതല്ല ട്രൈ എന്നാണെങ്കിൽ ചോദിക്കുന്ന വ്യക്തി പറയുന്ന കാര്യം ഇയാൾ ചെയ്യണം. അതാണ് കേട്ടോ നമ്മുടെ ഗെയിമിൻ്റെ പേര്. അങ്ങനെ ആദ്യം തന്നെ ചോദിക്കുന്നത് ശ്രീകാന്തിനോടാണ്. ശ്രീകാന്തിനോട് ട്രൂ ഓർ ട്രൈ എന്ന് ചോദിക്കുന്ന സമയത്ത് ട്രൂ ആണെന്ന് ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും, നിന്റെ ആദ്യത്തെ കാമുകി ആരാണെന്ന് ശ്രീകാന്തിനോടായിട്ട് വർഷ ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയോടായിട്ട് ഇങ്ങനെ അഫെയർ തോന്നിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷ പറയുകയാണ്, നിന്നെ വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം ഞാൻ എന്നൊക്കെ ചുമ്മാ തമാശ രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശ്രീകാന്ത് ചോദിക്കുന്നത് ശ്രുതിയോടാണ്. ശ്രുതിയോട് ചോദിക്കുന്ന സമയത്ത് ശ്രുതി ട്രൈ എന്ന് പറയുമ്പോഴത്തേക്കും 10 തവണ പുഷപ്പ് എടുക്കാനായിട്ട് ശ്രീകാന്ത് ശ്രുതിയോടായിട്ട് പറയുകയാണ്. എന്നാൽ ഒരു 5 തവണ പുഷപ്പ് എടുക്കുമ്പോഴത്തേക്കും ശ്രുതി ആകെ ക്ഷീണിതനാവുകയാണ്. അതിനുശേഷം ശ്രുതി ചോദിക്കുന്നത് വർഷയോടാണ്. വർഷയോട് ചോദിക്കുന്നുണ്ട്, നീ വീട്ടിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന കള്ള എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത്, ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന കള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് നടത്തിയില്ല, അത് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൽ അതിന് മുന്നേ തന്നെ എന്ന് വർഷ പറയുമ്പോഴത്തേക്കും വേഗം തന്നെ ശ്രീകാന്ത് വർഷയുടെ വാ പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ രവി ഒരു ചമ്മലോട് കൂടി തന്നെ പറയുന്നുണ്ട്, മോള് സത്യമൊന്നും പറയണ്ട, മോള് മിണ്ടാതൊരു മൂല ഇരുന്നാൽ മതി എന്ന് പറയുകയാണ്. പിന്നീട് നമ്മുടെ വർഷ ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ട്രൂ ഓർ ട്രൈ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ട്രൂ എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. അന്നേരം തന്നെ ചോദിക്കുകയാണ്, ശ്രുതി ചേച്ചി ഏറ്റവും അവസാനം പറഞ്ഞ നുണ ഏതാണെന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒന്ന് പരുങ്ങാണ് കേട്ടോ. അപ്പം തന്നെ സച്ചി പറയുന്നുണ്ട്, നീ കറക്റ്റ് ചോദ്യമാണ് മോളെ ചോദിച്ചത്, അവളതിന് മറുപടി പറയട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ഒരു പരുങ്ങളോടുകൂടി തന്നെ പറയുകയാണ്, കള്ളം പറയേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കള്ളം പറയുക തന്നെ ചെയ്യണം, അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നശിച്ചു പോകുമെന്നാണെങ്കിൽ ആ സത്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം രേവതിയോട് ചോദിക്കുന്ന സമയത്ത് രേവതി ട്രൂ എന്ന് പറയുകയാണ്. രേവതി പറയുന്നത് തൻ്റെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വീട്ടുകാരുടെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും രവി ചോദിക്കുന്നുണ്ട്, മോളെ രേവതി നിനക്കായിട്ട് ഒരു ആഗ്രഹങ്ങളും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി ഒന്ന് ചിന്തിച്ചതിന് ശേഷം എനിക്കായിട്ട് ഒരു ആഗ്രഹമില്ല എന്ന് പറയുകയാണ്. പിന്നീട് ഏറ്റവും അവസാനമുള്ളത് നമ്മുടെ സച്ചിയാണല്ലോ. സച്ചിനോട് ട്രൂ ഓർ ട്രൈ എന്ന് ചോദിക്കുന്ന സമയത്ത് ട്രൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, സച്ചി മറച്ചു വെച്ചിരിക്കുന്ന ഇത്രയും നാളും പുറത്ത് പറയാത്ത ഒരു സത്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ്, ഇതുവരെ ഞാൻ തുറന്ന് പറയാത്തൊരു സത്യം ഞാൻ പറയാം. ഇതുപോലൊരു പൊങ്കലിൻ്റെ അന്നാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഈ വീട്ടിൽ കൊണ്ടേയാക്കിയത്. ആ ഒരു സമയത്ത് അമ്മയും അച്ഛനും പോയ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു എന്നൊക്കെ സച്ചി ഭയങ്കരമായിട്ട് ഇമോഷനായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ചന്ദ്രയും രവിയും പരസ്പരം നോക്കുക കേട്ടോ. അതിനുശേഷം സച്ചി പറയുകയാണ്, എൻ്റെ അമ്മ എൻ്റെ ദേഹത്തിൽ പൊടി വീഴാൻ പോലും സമ്മതിക്കുകയില്ലാതെ ഞാനൊന്ന് വീണ് കഴിഞ്ഞാൽ ഓടി വന്ന് എൻ്റെ കൈകൾ കോരിയെടുക്കും. മാത്രമല്ല സ്കൂളിൽ വെച്ച് എനിക്ക് എന്തൊരു അപകടം സംഭവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഓടി എത്തുമായിരുന്നു സ്കൂളിലേക്ക്. ആരെന്നെ എന്ത് ചെയ്താലും അത് അമ്മയ്ക്ക് താങ്ങാൻ സാധിക്കുകയില്ലാതെന്നൊക്കെ ഭയങ്കര ഇമോഷണലായി തന്നെ നമ്മുടെ സച്ചി സംസാരിക്കുകയാണ്. സച്ചി വീണ്ടും പറയുകയാണ്, എൻ്റെ അമ്മയെ എന്നിൽ നിന്ന് അകറ്റിയത് മറ്റൊരു ക്രൂരതയാണ്, അവൻ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം എൻ്റെ തലയ്ക്ക് കൊണ്ടുവയ്ക്കുമായിരുന്നു എന്നൊക്കെ നമ്മുടെ സച്ചി പറയുകയാണ്. അവസാനം സച്ചി പറയുന്നുണ്ട്, എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവർക്കും മുന്നിൽ പറയാൻ പോവുകയാണ്, എല്ലാം അമ്മ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പറയാനൊരുങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഒന്ന് പരുങ്ങുന്നുണ്ട്. മാത്രമല്ല ആകാംക്ഷയോടുകൂടി തന്നെ ചന്ദ്രയും കേട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രവി വേഗം തന്നെ നെഞ്ചിൽ കൈവച്ചൊന്ന് ചുമക്കുകയാണ്. അതായത് ആ ഒരു സത്യം നമ്മുടെ സച്ചി തുറന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ശ്രുതിയുടെ ജീവിതത്തെ നന്നായി ബാധിക്കുമെന്ന് രവിക്കറിയാം. എൻ്റെ ഒരു വലിയ ക്രൂരത തന്നെ നമ്മുടെ സച്ചിയോട് ശ്രുതി ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു ഭാഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ എന്താണെന്നുള്ളത് സച്ചി തുറന്ന് പറയാൻ ഒരുങ്ങുന്ന സമയത്ത് രവി അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയും വലിയൊരു ക്രൂരമായിട്ടുള്ള കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞത് ചെമ്പരപ്പൂവിന്റെ തമിഴ് റീമേക്കായ സിറകടിക്കും ആസയിൽ നിന്നാണ്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ സച്ചിയുടെ റോൾ ചെയ്യുന്ന മുത്തു ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റില്ല. ഇത് ചെമ്പരപ്പൂവിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സച്ചി തകർക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇമോഷണൽ ആയിട്ടുള്ള ഭാഗമാണെങ്കിലും ആരും തന്നെ മിസ് ചെയ്ത് കാണേണ്ട ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.